الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. قد أفلح المؤمنون الذين هم في صلاتهم خاشعون والذين هم عن اللغو معرضون والذين هم للزكاة فاعلون والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون. സത്യ വിശ്വാസികളെ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ മുഴുവൻ മേഖലയിലും റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും എല്ലാം നമ്മിൽ ധാരാളമായി വർഷിക്കുമാറാവട്ടെ. ജീവിതത്തിലെ വ്യത്യസ്തമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസം നൽകുമാറാവട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. അനുഭവിക്കുന്ന വേദനയ്ക്ക് പടച്ച റബ്ബ് എല്ലാവർക്കും പരിപൂർണമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതു സമയത്ത് എപ്പോൾ എവിടെ വെച്ച് മരിക്കേണ്ടി വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ചുകൊണ്ട് ഈമാനോടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുവഹിദുകളിൽ നമ്മയെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂനിലെ 1 മുതൽ 7 വരെയുള്ള വചനങ്ങളാണ് ഓതി വെച്ചത്. കഴിഞ്ഞ ആഴ്ചയിലെ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഏതു മനുഷ്യർക്കും സ്വാഭാവികമായും ചില തെറ്റുകുറ്റങ്ങളൊക്കെ സംഭവിച്ചേക്കും. ആത്മാർത്ഥമായി മനസ്സടഞ്ഞ് റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല തയ്യാറാണ് എന്ന് മാത്രമല്ല, ആത്മാർത്ഥമായി റബ്ബിലേക്ക് പശ്ചാത്തപിക്കുന്നുവെങ്കിൽ അല്ലാഹു തആല ഏറെ സന്തോഷിക്കുമെന്നും ഇരു കൈകളും നീട്ടി അവനെ സ്വീകരിക്കുമെന്നും ഒക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. എന്നാൽ എല്ലാ തിന്മകളും ഒരേ നിലവാരത്തിലല്ല. പൊതുവായി ഇസ്ലാം തിന്മകൾ രണ്ടായി തിരിച്ചു.
വൻപാപങ്ങളും ചെറിയ പാപങ്ങളും. അൽ കബായിറു വസ്സഗായിർ. വൻപാപങ്ങളിൽ തന്നെ ഓരോന്നിന്റെയും നിലവാരം ഏറ്റ വ്യത്യാസമുണ്ട്. സബഉൽ മുബിഖാത്ത് എന്ന നിബിധങ്ങളെ പരിചയപ്പെടുത്തിയത് 7 കാര്യത്തെക്കുറിച്ചാണ്. വൻപാപങ്ങളിൽ തന്നെ ഏറ്റവും വലിയത്, ഒന്നാകെ തകർത്ത് കളയുന്ന, മൊത്തം നശിപ്പിക്കുന്ന, അതാ മുബിഖാത്ത്. മുബിഖാത്ത് എന്നാൽ അൽ മുഹ്ലിഖാത്ത് എന്നാണ്. ഹലാക്കാക്കി കളയുന്ന, ഒന്നാകെ നശിക്കാനിടയായേക്കാവുന്ന പാപങ്ങളായി 7 പാപങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ചില പാപങ്ങൾ കേവലം ഒരു ഹറാം എന്ന് മാത്രമല്ല, മനുഷ്യ ദുനിയാവിലും ആഖിറത്തിലും ഒരുപോലെ നഷ്ടമുണ്ടാക്കുന്ന, ഒരുപക്ഷെ അവന്റെ ജീവിതത്തിലെ എല്ലാ നന്മകളെയും ഇല്ലാതാക്കുന്ന, എല്ലാ നല്ല ഗുണങ്ങളെയും തകർക്കുന്ന പാപങ്ങളുമുണ്ട്. ഒരു മനുഷ്യന്റെ വിശുദ്ധിയുടെ അടിയാളമായി 3 രംഗത്തെ വിശുദ്ധിയാണ് പ്രധാനമായും അവൻ കാത്തു സൂക്ഷിക്കേണ്ടത്. ഒന്ന് ലൈംഗിക രംഗത്തെ വിശുദ്ധിയാണ്, മറ്റൊന്ന് സാമ്പത്തിക രംഗത്തെ വിശുദ്ധിയാണ്, മൂന്നാമത് അവന്റെ സംസാരങ്ങളിൽ കാത്തു സൂക്ഷിക്കുന്ന വിശുദ്ധി, നാവിനെ സൂക്ഷിക്കുക എന്നതുമാണ്. ഇത് 3 ഒരാൾക്ക് പാലിക്കാൻ കഴിഞ്ഞാൽ ഏകദേശം എല്ലാ തെറ്റായ വഴികളെയും സൂക്ഷിക്കാൻ അവന് സാധിക്കും. ആ നിലയ്ക്ക് മൊത്തം പാപങ്ങളിലേക്കുള്ള കവാടങ്ങളാണ് ഇത് 3. ഹറാമായ സമ്പാദ്യം കൊണ്ട് മുളച്ചുണ്ടായ മാംസഭാഗങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് നിബിധങ്ങൾ പഠിപ്പിച്ചത് കാണാൻ കഴിയും. നാവിന്റെ കാര്യത്തിലും ഗുഹ്യസ്ഥാനത്തിന്റെ കാര്യത്തിലും റബ്ബിനെ സൂക്ഷിക്കാമെന്ന് ഉറപ്പ് നൽകുന്നുവെങ്കിൽ അൽമൻ ലഹു ബിൽ ജന്ന, ഒരു സ്വർഗമുണ്ട് എന്ന് ഞാൻ ഉറപ്പ് നൽകാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം മേഖലകളെ ഏറെ ഗൗരവത്തോടുകൂടി തന്നെ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ഒന്നാമത്തെ കാര്യമാണ് ലൈംഗിക രംഗത്തെ വിശുദ്ധി എന്നത്. വ്യഭിചാരവും അനുബന്ധമായ കാര്യങ്ങളുമൊക്കെ ഒരു മനുഷ്യന് വിധേയമായി മാറുന്നുവെങ്കിൽ അതോടുകൂടി എല്ലാ ശർറുകളും അവനിൽ ഒരുമിച്ച് കൂടുമെന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് ആളുകളൊക്കെ പറയുന്നത്. അദ്ദേഹം പഠിപ്പിച്ചത് അസ്സിനാ യജ്മഉ ഖിലാല ശർരി കുല്ലിഹാ, എല്ലാ ശർറിന്റെയും കാര്യങ്ങൾ, തിന്മയുടെ, ദുരന്തങ്ങളുടെ, ദോഷങ്ങളുടെ എല്ലാം സമ്മേളിക്കുന്ന കാര്യമാണ് സിന, വ്യഭിചാരമെന്നത്. മാത്രവുമല്ല അത് ഏതൊക്കെയാണ് മിൻ ഖില്ലത്തിൽ ദീൻ വദഹാബിൽ വറഇ വഫസാദിൽ മുറൂഅത്തി, അയാളുടെ ദീനതയോടുകൂടി തകരും, നാശമാകും, ദീന് കുറയാനത് കാരണമാകും. ആള് വലിയ വ്യഭിചാരിയാണ്, എന്നാ ബാക്കി കാര്യങ്ങളൊക്കെ വലിയ മുത്തഖിയുമാണ് എന്ന് പറയാവുന്ന സാഹചര്യം ഉണ്ടാവുകയില്ല എന്നർത്ഥം. വ്യഭിചാരത്തിന്റെ വഴിയിലൂടെ പോകുന്നുവെങ്കിൽ അയാളുടെ ദീന് കുറയും, അയാളുടെ സൂക്ഷ്മത നഷ്ടപ്പെട്ടു പോകും. ഫസാദിൽ മുറൂഅത്തി, അയാളുടെ വ്യക്തിത്വങ്ങളോടുകൂടി ഫസാദായി പോകും. വഖില്ലത്തിൽ ഗീറത്തി, ധർമ്മരോഷം അയാളിൽ ഇല്ലാതായി മാറും. ഫലാ തജുസാനിയൻ മഅഹു വറഉൻ, സൂക്ഷ്മത പാലിക്കുന്ന ഒരു വ്യഭിചാരിയെയും നീ കണ്ടെത്താൻ കഴിയുകയില്ല എന്നതാണ്. വ്യഭിചാരിയാണ്, പക്ഷേ ആള് വലിയ സൂക്ഷ്മതയുള്ള ആളാണ് എന്ന് പറയാവുന്ന ഒരാളെ പോലും കാണാൻ കഴിയില്ല. വല വഫാഅൻ ബിഅഹ്ദിൻ, കരാറ് പാലിക്കുന്ന ഒരു വ്യഭിചാരിയെ കണ്ടെത്താൻ സാധിക്കുകയില്ല. വല സിദ്ഖിൻ ഫി ഹദീസിൻ, സംസാരത്തിൽ സത്യസന്ധത പാലിക്കുന്ന, കളവ് പറയാത്ത, സത്യം മാത്രം പറയുന്ന ഒരു വ്യഭിചാരി അത് ഉണ്ടാവുകയില്ല. വല മുഹാഫത്തൻ അലാ സുദ്ഖിൻ, ജീവിതത്തിൽ എല്ലാ രംഗത്തുമുള്ള സത്യസന്ധതയെ കാത്തു സൂക്ഷിക്കുന്ന ഒരാളെയും കാണാൻ സാധ്യമല്ല. കാരണം എല്ലാ തിന്മകളുടെയും സംഗമ സ്ഥാനമാണ്, എല്ലാ തിന്മയും സമ്മേളിക്കുന്ന മേഖലയാണ് വ്യഭിചാരം എന്നർത്ഥം. വിശുദ്ധ ഖുർആൻ ഇതിനെ ഫാഹിഷത്ത് എന്നാണ് പരിചയപ്പെടുത്തത്. വലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷ, നിങ്ങൾ ഒരിക്കലും വ്യഭിചാരത്തെ സമീപിക്കാൻ പോലും പാടില്ല. ഇന്നഹു കാന ഫാഹിഷ, ദുർവൃത്തിയാണ്, നീചമായ പ്രവണതയാണ്, മോശപ്പെട്ട കാര്യമാണ് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ഇസ്ലാമിൽ മാത്രമല്ല ഇതര ശരീഅത്തിൽ, ഇതര മതങ്ങളിൽ പോലും വ്യഭിചാരം എന്നത് മോശമായ രീതിയായി തന്നെയാണ് മാന്യന്മാരെല്ലാം കണക്കാക്കി പോരുന്നത്. തൗറാത്തിൽ, ഇഞ്ചീലിൽ എല്ലാം അത് മോശമായി പഠിപ്പിക്കുകയും
ക്രിസ്ത്യാനികൾ ആദ്യകാലങ്ങളിൽ വ്യഭിചാരം ഏറെ ഗൗരവമുള്ള പാപമായി കണക്കാക്കുകയും ജൂതന്മാർക്കിടയിൽ വ്യഭിചരിച്ചവനെ കൊന്നുകളയണമെന്നുവരെയുള്ള നിയമങ്ങളെല്ലാം ഉണ്ടായിരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അഅലം. വ്യഭിചാരം എന്ന് പറയുമ്പോൾ അത് കേവലം വ്യഭിചാരം മാത്രമല്ല, അതിലേക്ക് ഇടയായേക്കാവുന്ന എല്ലാത്തരം മാർഗങ്ങളെയും ഇസ്ലാം പാടില്ല എന്ന് പഠിപ്പിച്ചു. ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ അനിവാര്യമായും പാലിക്കേണ്ടുന്ന ഒരുപാട് മേഖലകൾ ഉണ്ട്. ഹറാമുകൾ കാണാൻ പാടില്ല, ഹറാമുകൾ കേൾക്കാൻ പാടില്ല, ഹറാമിലേക്ക് നടന്നെടുക്കാൻ പാടില്ല, ഹറാമിനെ കുറിച്ച് ചിന്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് വ്യഭിചാരത്തേക്കുള്ള വഴികളെ അടക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ്. വ്യഭിചാരത്തിൽ നിങ്ങൾ സമീപിക്കരുത് എന്നാണ് അല്ലാഹുവിന്റെ പ്രയോഗം. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിന് അടുത്തേക്ക് പോലും അടുക്കരുത്. ആ വഴിയിലേക്ക് പോയിക്കൂടാ. അതിന് നിമിത്തമായേക്കാവുന്ന, അതിന് കാരണമായേക്കാവുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം വിട്ടു നിൽക്കണമെന്നാണ് ഈ ആയത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇമാം സഈദ് റഹിമഹുല്ലാഹ് പറയുന്നു, വൻപാപങ്ങൾ മൂന്നിൽ നിക്ഷിപ്തമാണ് എല്ലാം എന്നാണ്. അഥവാ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ ഏറ്റവും വലിയ എന്ന് പറയാവുന്ന മൂന്ന് കാര്യമാണ്. ഒന്ന് ശിർക്കാണ്, രണ്ട് കൊലപാതകമാണ്, മൂന്ന് വ്യഭിചാരമാണ്. ഈ മൂന്നിൽ എല്ലാം ഉൾപ്പെട്ടുവെന്ന് അദ്ദേഹം കാരണം ശിർക്ക് എന്ന് പറഞ്ഞാൽ ദീന് മൊത്തം തകരുന്ന കാര്യമാണ്. അതോടെ എല്ലാം കഴിഞ്ഞു. ശിർക്ക് ചെയ്താൽ അമല് മൊത്തം ബാത്തിലായി, എല്ലാ നന്മയും പൊളിഞ്ഞുപോയി, നരകം നിർബന്ധമായി, സ്വർഗം ഹറാമായി മാറി. ഈ കാലത്ത് രക്ഷപ്പെടാനാവാത്ത വിധം അവന്റെ ദീന് കഴിഞ്ഞു, അത് പൊളിഞ്ഞുപോയി ശിർക്ക് ചെയ്താൽ. അതുകൊണ്ടാണ് നബിയോട് പോലും പറഞ്ഞത്, സുമറിലെ 65-ാമത്തെ വചനമാണ്. നബിയെ താങ്കൾ ശിർക്ക് ചെയ്താലും ശരി, നിങ്ങളുടെ എല്ലാ അമലും അതോടുകൂടി ബാത്തിലായി പോകുമെന്ന് അല്ലാഹു താക്കീത് ചെയ്തത് നമുക്കുള്ള വാണിംഗ് ആണ്, നബിയോടാണ് അഭിസംബോധനയെങ്കിലും. ഒന്ന് ശിർക്കാണ്, അതോടുകൂടി ദീന് മൊത്തം തകരും. ഫസാദുൽ അദിയാൻ, ദീന് മൊത്തം തകരാൻ ശിർക്ക് നിമിത്തമായി മാറും. രണ്ടാമത് ഖത്ലു, കൊലപാതകമാണ്. ഫീഹി ഫസാദുൽ അബ്ദാൻ, അതിൽ ആളുകളെ ഇല്ലായ്മ ചെയ്യലാണ്, ശരീരമില്ലായ്മ ചെയ്താണ്. ഒരാൾ കൊല്ലാന്ന് പറഞ്ഞാൽ അയാളെ ഇല്ലാതാക്കിയല്ലോ. ശിർക്ക് ദീൻ തന്നെ ഇല്ലാതാക്കുന്നുവെങ്കിൽ കൊലപാതകം ഒരു വ്യക്തിയെ ഇല്ലാതാക്കലാണ്. മൂന്നാമത് സിനയാണ്, വ്യഭിചാരമാണ്. അതോടുകൂടി അഭിമാനം തകർന്നുപോയി. ആ കുടുംബം തന്നെ, ആ കുടുംബത്തിന്റെ, ആ വ്യക്തിയുടെ, അയാളുമായി ബന്ധപ്പെടുന്ന ആളുകളെ മുഴുവൻ അഭിമാനം തകരാൻ കുടുംബത്തിൽ ഒരാൾ വ്യഭിചാരിയായാൽ മതി. ഒരാൾ വ്യഭിചാരം ചെയ്ത അയാളെ മാത്രമല്ല ബാധിക്കുന്നത്, ആ കുടുംബത്തെ മൊത്തം ബാധിക്കുന്നു. തലമുറകളിലേക്ക് പോകുമ്പോൾ പക്ഷേ അത് നീണ്ടു നിൽക്കാൻ മാത്രമുള്ള വശത്തരമായി, അപമാനമായി അത് മാറുന്നു. ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു, ലൈസ ബഅദ ഖത്ലിൻ നഫ്സി അഅ്ളമ മിന സിനാ, കൊലപാതകം കഴിഞ്ഞാൽ പിന്നെ വ്യഭിചാരത്തെക്കാളും വലിയ മറ്റൊന്നുമില്ല എന്നാണ്. ഒന്ന് ശിർക്കാണ്, രണ്ട് കൊലപാതകമാണ്, അത് കഴിഞ്ഞാൽ പിന്നെ വ്യഭിചാരത്തെക്കാളും വലിയ മറ്റൊന്നുമില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് വലിയ സൂക്ഷ്മത നമ്മൾ പാലിക്കേണ്ടത്. വിശിഷ്യ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ഈ തിന്മയിലേക്ക് പോകാവുന്ന എമ്പാടും വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. സോഷ്യൽ മീഡിയകൾ വഴി തിന്മകൾ ഒന്നാകെ കുത്തൊഴുകി വരുന്ന, എത്ര സൂക്ഷ്മത പാലിച്ചാലും അറിയാതെ തിന്മയിൽ പോയി ചാടിയേക്കാവുന്ന സാഹചര്യങ്ങൾ, അതെല്ലാം വ്യഭിചാരത്തിന്റെ അനുബന്ധ കാര്യങ്ങളാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. കണ്ണുകൊണ്ട് വ്യഭിചാരമുണ്ട് എന്ന് നബിതങ്ങൾ പറഞ്ഞു, കാലുകൊണ്ട് വ്യഭിചാരമുണ്ട്, കൈകൾ കൊണ്ടും കാലുകൾ കൊണ്ടുമെല്ലാം വ്യഭിചാരമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ ആ വഴികളൊക്കെ നമ്മൾ ഇല്ലായ്മ ചെയ്യുക. ഹറാമ് കാണുന്ന, അന്യ സ്ത്രീകളെ കാണുന്ന, അന്യ സ്ത്രീകളെ സ്പർശിക്കുന്ന, അവരുമായി സംസാരിക്കുന്ന അന്യായമായ സംസാരങ്ങൾ, അതൊക്കെയും വ്യഭിചാരത്തിന്റെ മുന്നോടിയായി വരുന്ന കാര്യങ്ങളാണ് എന്നാണ് നബിതങ്ങൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല റബ്ബിന്റെ അലാബ് ദുനിയാവിൽ തന്നെ ഇറങ്ങാൻ നിമിത്തമാകുന്ന പാപമാണ് വ്യഭിചാരം എന്നത്. അസ്സിനാ മിൻ അസ്ബാബിൽ മൗത്തിൽ ആമി വത്തവാഈനിൽ മുത്തസില എന്നാണ്. വ്യഭിചാരം ഒരു സമൂഹത്തിൽ വ്യാപകമായി കഴിഞ്ഞാൽ അതോടുകൂടി റഹ്മാനായ റബ്ബിന്റെ അലാബ് വ്യത്യസ്ത രീതിയിൽ ആ സമൂഹത്തിൽ വരും. ഒന്ന് അൽ മൗത്തുൽ ആം, വ്യാപകമായ മരണങ്ങൾ ധാരാളമായി വ്യാപിക്കാൻ അത് കാരണമായി മാറും. അതേപോലെ പ്ലേഗ് പോലെയുള്ള മാറാ രോഗങ്ങൾ വ്യാപകമാവാൻ അത് കാരണമായി മാറും. ഹദീസിൽ നബിതങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞു, ലം തൽഹൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ, ഒരു സമൂഹത്തിൽ ഇത്തരം മ്ലേച്ഛമായ തോന്നിവാസങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും അത് പരസ്യമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ ഇല്ലാ ഫശാ ഫീഹി മുത്വാഊൻ, അവിടെ പ്ലേഗുകൾ വ്യാപിക്കാതിരിക്കുകയില്ല.
മുൻഗാമികളിൽ കേട്ടുകേൾവിപോലുമില്ലാത്ത വേദനാജനകമായ രോഗങ്ങൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കാതിരിക്കുകയില്ല എന്നാണ്. മുൻ തലമുറയ്ക്ക് കേട്ടുകേൾവിപോലുമില്ലാത്ത പരിചയം പോലുമില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു തആല ഉമ്മത്തിനെ പരീക്ഷിക്കാൻ വ്യഭിചാരമെന്ന ഫാഹിഷത്ത് വ്യാപകമാവൽ കാരണമായി മാറുമെന്നാണ് ഇത് പഠിപ്പിക്കുന്നത്. മാത്രമല്ല ഈമാൻ നഷ്ടപ്പെടാൻ വ്യഭിചാര നിമിത്തമാണ്. നബി തങ്ങൾ പറഞ്ഞു, ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ, വ്യഭിചരിക്കുന്നവൻ മുഅ്മിനായിക്കൊണ്ട് വ്യഭിചരിക്കുകയില്ല എന്നാണ്. വ്യഭിചരിക്കുന്ന സമയത്താണ് ഈമാൻ നഷ്ടപ്പെടുന്നു, ഈമാൻ ഊരിയെടുക്കപ്പെടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഈമാൻ നഷ്ടപ്പെടുക എന്നാണ്. അദ്ദേഹം തന്റെ രണ്ട് കൈകളുടെ വിരലുകൾ ഇങ്ങനെ കോർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാ ഇതുപോലെ ഈ കൈകൾ ഊരിയെടുത്തതുപോലെ അവന്റെ ഈമാൻ അവരിൽ നിന്ന് ഊരപ്പെട്ടു പോകും, പിന്നെ തൗബ ചെയ്തെങ്കിൽ അല്ലാതെ തിരിച്ചു വരികയില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഈ ഹദീസ് വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് വ്യഭിചാരം എന്ന് പറയുമ്പോൾ കേവലം വ്യഭിചാരമല്ല, അതിന്റെ അനുബന്ധമായ അതിലേക്ക് എത്തിയേക്കാവുന്ന ഏതെല്ലാം വഴികളുണ്ടോ അതിനെല്ലാം സൂക്ഷ്മത പാലിക്കൽ അനിവാര്യമാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വലിയ ശ്രദ്ധ നമുക്കുണ്ടാവണം. അശ്ലീലമായ സൈറ്റുകൾ എമ്പാടുമുണ്ട്. എത്ര വലിയ തഖ്വയുള്ളവനും ചെന്ന് ചാടിയേക്കാവുന്ന ഒരുപാട് വലക്കടികൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിവാസങ്ങൾ മേൽക്കുമേലെ വരികയാണ്. അറിയാതെ എങ്ങനെ അതിലേക്ക് പോയി ഏതെങ്കിലും അന്യ സ്ത്രീകളുമായി ചാറ്റ് ചെയ്ത് അവരുമായി സംസാരിച്ച് ഒരുപാട് സമയം വേണ്ടി പാഴാക്കുന്ന പ്രവണതകൾ വ്യാപകമാണ്. അതേപോലെ സ്വവർഗരതിയും സ്വയംഭോഗവും അടക്കമുള്ള എല്ലാ വശങ്ങളും ഇസ്ലാം വിലക്കിയ ഹറാമാക്കിയ കാര്യങ്ങൾ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ എന്നൊക്കെ ഓതി വെച്ച മുഅ്മിനൂൻ സൂറയിലെ ആയത്തുകൾ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. അനുവദിക്കപ്പെട്ട വഴികൾ സ്വന്തം ഇണകളാണ്, ഭാര്യമാരാണ്, അതല്ലെങ്കിൽ അടിമ സ്ത്രീകളാണ്. അത് രണ്ടുമല്ലാത്ത അതിനപ്പുറം വല്ലവരും തേടുന്നുവെങ്കിൽ അവർ തന്നെയാണ് അക്രമികൾ എന്നാണ് അല്ലാഹു തആല ഖണ്ഡിതമായി പരിചയപ്പെടുത്തി. ഒരു സംശയവുമില്ലാത്ത വിധം വ്യക്തമായി റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അവർ ആദികളാണ്, അവർ അക്രമികളാണ് എന്നാണ് അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഇണകളിലൂടെയല്ലാത്ത മറ്റ് ഏത് വഴികളും എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും എങ്ങനെയൊക്കെ ന്യായീകരിക്കാനും അതിലേക്ക് വകുപ്പുണ്ടാക്കാനും ശ്രമിച്ചാലും ശരി, അതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന വഴിയല്ല എന്നാണ്. മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറഞ്ഞപ്പോൾ എടുത്തു പറഞ്ഞത് അല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിദൂൻ, ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ എന്നാണ്. ഹറാമിലേക്ക് അവർ പോകില്ല, അന്യായമായ തെറ്റായ ഒരു വഴിയിലേക്കും തങ്ങൾ ലൈംഗികമായ വിഷയത്തിൽ അവർ പോവുകയില്ല. അവിടെ ഹാഫിദൂൻ കാത്തു സൂക്ഷിക്കുന്നവരാണ്, സംരക്ഷണം ഏർപ്പെടുത്തുന്ന ആളുകളാണ് അവർ എന്ന് അല്ലാഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞുവെങ്കിൽ ആ ഗുണം നമ്മിൽ ഉണ്ടാവാനാണ് നാം ശ്രമിക്കേണ്ടത്. അതൊരാൾക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അല്ലാഹു തആല ഒരുപാട് ഓഫറുകൾ അത്തരം ആളുകൾക്ക് റബ്ബ് നൽകുന്നു. ഒന്ന് ഇത് വിജയത്തിന്റെ അടയാളമാണ്. അതാണ് മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വിജയിക്കുന്ന മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറഞ്ഞ കൂട്ടത്തിലാണ് പറഞ്ഞത് ഗുഹ്യസ്ഥാനത്ത് കാത്തു സൂക്ഷിക്കുന്നവരാണ് അവർ എന്നത്. അതുകൊണ്ട് അത് വിജയമാണ്, ഫലാഹിന്റെ വിജയത്തിന്റെ അടിസ്ഥാനമാണത് എന്നാണ്. അതേപോലെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ പോലും ലൈംഗിക രംഗത്തെ വിശുദ്ധി അനിവാര്യമാണ് എന്ന് ചില ഹദീസിലെ സൂചനകൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാത്ത ദുആക്ക് പോലും വലിയ പ്രസക്തിയൊന്നുമില്ല. ലൈംഗിക രംഗത്ത് എല്ലാ തോന്നിവാസവും ഉണ്ടെങ്കിൽ പിന്നെ അവന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല എന്നുള്ളത് ഹദീസിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളായി കാണാൻ കഴിയും. നാളെ പരലോകത്ത് മഹ്ശറിൽ 7 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല തണം നൽകുമ്പോൾ അതിൽ ഒരു വിഭാഗം പറഞ്ഞത് വ്യഭിചരിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും ഒത്തുകിട്ടിയിട്ടും പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് മാറി നിന്ന ഒരുത്തനെന്നാണ്. സൗന്ദര്യമുള്ള സ്ഥാനമാനമുള്ള കുലീനയായ ഒരു സ്ത്രീ വ്യഭിചരിക്കാൻ വേണ്ടി ക്ഷണിച്ചു. അങ്ങ് അതിനു വേണ്ട എല്ലാ സാഹചര്യവും അനുകൂലമായി വന്നിട്ട് പോലും അവൻ പറഞ്ഞു, ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് റബ്ബിനെ പേടിയാണ്, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞ് ആ തിന്മയിൽ നിന്ന് മാറിപ്പോന്ന മനുഷ്യൻ അത് അല്ലാഹു തആല നാളെ മഹ്ശറിൽ പ്രത്യേകമായി അർശിന്റെ തണം നൽകി ആദരിക്കുമെന്നാണ്. അത്രയേറെ മഹത്വം അതിലുണ്ട് എന്നർത്ഥം. അവർക്ക് പാപമോചനമുണ്ട്, വമ്പിച്ച പ്രതിഫലമുണ്ട് എന്ന് നാലാമത് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നുണ്ട്. മുസ്ലിമീങ്ങളായ ആളുകളുടെ, വിശ്വാസികളായ വിജയികളായ ആളുകളുടെ പട്ടിക പറഞ്ഞപ്പോൾ അല്ലാഹു തആല പ്രത്യേകം എടുത്തു പറഞ്ഞ ഒന്ന്, ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു തആല എണ്ണി പറഞ്ഞ മറ്റൊന്നാണ് വൽ ഹാഫിലീന ഫുറൂജഹും വൽ ഹാഫിലാത്ത്.
ഗുഹ്യസ്ഥാനങ്ങളെ കാത്തു സൂക്ഷിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളും അവർക്കൊക്കെ അല്ലാഹു തആല അവർക്ക് മഗ്ഫിറത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. വമ്പിച്ച പ്രതിഫലത്തെ അല്ലാഹു തആല തയ്യാറാക്കി വെച്ചിരിക്കുന്നുവെന്നാണ്. പാപമോചനത്തിന് നിമിത്തമാണ് ചരിത്ര കാത്തു സൂക്ഷിക്കുക, ലൈംഗികമായ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്നത് വലിയ പ്രതിഫലം അവർക്കുണ്ട് എന്നാണ്. മാത്രമല്ല സ്വർഗമുണ്ട് എന്ന് പോലും നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. ഇദാ സ്വല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത ശഹ്റഹാ വഹഫലത് ഫർജഹാ, ഒരു സ്ത്രീ 5 നേരത്തെ ഫർള് നിസ്കാരം കൃത്യമായി നിസ്കരിക്കുന്നുവെങ്കിൽ, അതേപോലെ സ്വസാമത ശഹ്റഹാ റമദാനിൽ നോമ്പെടുക്കുന്നുവെങ്കിൽ, വഹഫലത് ഫർജഹാ തന്റെ ഗുഹ്യസ്ഥാനത്തെ അവൾ സംരക്ഷിക്കുന്നുവെങ്കിൽ, വഅതഅത് സൗജഹാ അവളുടെ ഭർത്താവിനെ അനുസരിക്കുന്നുവെങ്കിൽ, ഖീല ലഹാ അവളോട് പറയപ്പെടും ഉദ്ഖുലിൽ ജന്ന മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅ്തി, നീ ഉദ്ദേശിച്ച ഏത് കവാടത്തിലൂടെ നീ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചോ എന്ന് നാളെ ഖിയാമത്തിൽ പറയപ്പെടും. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്ത സ്വീകാര്യോഗ്യമായ ഹദീസാണ്. 4 കാര്യം ഒരു പെണ്ണിലൊത്താൽ അവൾക്ക് സ്വർഗമുണ്ട് എന്ന് മാത്രമല്ല, ആ സ്വർഗീയ കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ പ്രവേശിക്കാൻ അനുവാദമുണ്ട് എന്ന് പറഞ്ഞത്. ഒന്ന് പറഞ്ഞത് ഗുഹ്യസ്ഥാനത്തെ കാത്തു സൂക്ഷിക്കുക എന്നതാണ്. അതേപോലെ ഫിർദൗസ് ഉണ്ട് എന്നാണ്. സൂറത്തുൽ മുഅ്മിനീനിലെ അവസാനമല്ല പറഞ്ഞ ഓഫറതാണ്. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ലക്ഷണമെല്ലാം പറഞ്ഞ ശേഷം അവസാനമല്ല പറഞ്ഞു ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂന ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ, അവരാണ് ഫിർദൗസിനെ അനന്തരാവകാശമായി എടുക്കുന്ന ആളുകൾ. അത് നിത്യവാസികളാണ്, ശാശ്വതരാണ്. ഏറ്റവും അത്യുന്നതമായ സ്വർഗമാണ് ഫിർദൗസ്. വസത്തുൽ ജന്ന എന്ന് പറഞ്ഞ ഏറ്റവും മുന്തിയ ഏറ്റവും അത്യുന്നതമായ സ്വർഗമാണ് ഫിർദൗസ്. ആ ഫിർദൗസാണ് ഈ ലക്ഷണങ്ങൾ ഒത്തിണങ്ങിയ ആളുകൾക്ക് അല്ലാഹു തആല നൽകുന്നത് എന്നാണ്. സഹോദരങ്ങളെ, വലിയ സൂക്ഷ്മത ആ രംഗത്ത് ആവശ്യമുണ്ട്. അന്യ സ്ത്രീകളുമായി ഇടപഴകുമ്പോൾ, അവരുമായി സംസാരിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ഏതെങ്കിലും സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുമ്പോൾ, അനാവശ്യമായ തോന്നിവാസങ്ങളെ പിന്നാലെ പോകുമ്പോൾ, അതേപോലെ ലൈംഗിക രംഗത്ത് എന്തൊക്കെ നിറകേടുകൾ, എന്തെല്ലാം തോന്നിവാസങ്ങൾ സമൂഹത്തിലുണ്ടോ അതിന്റെ ഭാഗമായി മാറുമ്പോഴൊക്കെയും ഇത്തരം കാര്യങ്ങൾ മനസ്സിൽ ഓർമ്മയുണ്ടാവുക. എല്ലാ തിന്മകളെയും സംഗമമാണ് ഞാൻ ഇതിലൂടെ നേടിയെടുക്കുന്നത് എന്നും, എന്റെ എല്ലാം നഷ്ടപ്പെടാൻ, തഖ്വ പോകാൻ, വറഅ് പോകാൻ, ഈമാൻ നഷ്ടപ്പെടാൻ ഇത് നിമിത്തമായി മാറുമെന്ന തിരിച്ചറിവുണ്ടാവുകയും അവിടെ പടച്ച റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അവൻ മടങ്ങി തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് റബ്ബിനെ പേടിച്ചുകൊണ്ട് തന്റെ വിശുദ്ധി നിലനിർത്താൻ പരിശ്രമിക്കുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈംഗിക മേഖലയിലെ അവിശുദ്ധി ഒഴിവാക്കാൻ പറഞ്ഞപ്പോൾ അനുവദനീയമായ വഴികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച് നൽകുകയും ചെയ്തു. അതാണ് വിവാഹമെന്ന്. സമയമായാൽ വിവാഹം കഴിക്കുക എന്നത് പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. നബി തങ്ങൾ പ്രത്യേകം പറഞ്ഞു, യാ മഅശറ ശബാബ് മൻ ഇസ്തതഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, യുവാക്കളുടെ സമൂഹമേ, നിങ്ങൾക്ക് ശേഷിയുണ്ടെങ്കിൽ വിവാഹം കഴിക്കണം നിങ്ങൾ. ഫൈൻഹു അഗല്ലു ലിൽ ബസർ വഅഹ്സനു ലിൽ ഫർജ്, അതാണ് കണ്ണുകളെ താഴ്ത്താൻ ഏറ്റവും പര്യാപ്തമായത്, ഗുഹ്യസ്ഥാനം സംരക്ഷിക്കാൻ ഏറ്റവും പര്യാപ്തമാണ്. കഴിയാത്തവർ നോമ്പെടുക്കട്ടെ, ഫഇന്നഹു ലഹു വിജാ, അത് അവനൊരു പരിചയാണ് എന്ന് കൂടി നബി തങ്ങൾ പ്രത്യേകമായി പഠിപ്പിക്കുകയും ചെയ്തു. വിവാഹം എന്നത് അനുവദനീയമായ മാർഗമാണ്. തന്റെ ലൈംഗികമായ വിചാരങ്ങളെ ഉപയോഗപ്പെടുത്താൻ, നിയന്ത്രിക്കാൻ റബ്ബ് നിശ്ചയിച്ച വഴിയാണ് വിവാഹം എന്നത്.
അനാവശ്യമായ കാരണങ്ങൾ പറഞ്ഞ് വിവാഹത്തെ നീട്ടിക്കൊണ്ടുപോകാതിരിക്കുക. പഠനം കഴിയട്ടെ, ജോലിയാകട്ടെ, സ്വന്തമായി വരുമാനമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ വിവാഹം നീട്ടിക്കൊണ്ടുപോവുകയും എന്നിട്ട് വലിയ അപകടങ്ങൾ ചെന്ന് ചാടുകയും അതുവരെ തന്റെ ലൈംഗികമായ താല്പര്യങ്ങൾ അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഹറാമായ വഴികളെ സ്വീകരിക്കുകയും ചെയ്യുന്ന പ്രവണതകൾ ഇന്ന് വ്യാപകമാണ്. രക്ഷിതാക്കളും അക്കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുക. സമയമായി കഴിഞ്ഞാൽ വിവാഹം ചെയ്തു കൊടുക്കുക. നബി തങ്ങൾ പറഞ്ഞു, ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസബ്ബിജൂഹു. ദീനും സ്വഭാവവും തൃപ്തികരമായ ഒരാൾ വിവാഹ അന്വേഷണവുമായി വന്നാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ വലിയ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, ഫസാദുകൾ, ഫിത്നകൾ ഉണ്ടാകും അതുവഴി എന്ന് നബി തങ്ങൾ പ്രത്യേകമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ന്യായമായ തടസ്സങ്ങളില്ലാത്തത്തോളം കാലം വിവാഹത്തെ പരമാവധി വേഗത്തിലാക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. കഴിയില്ല എങ്കിൽ അയാൾക്ക് പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വ്യത്യസ്തമായ പ്രയാസങ്ങൾ അയാൾക്കുണ്ട് എങ്കിൽ നബി തങ്ങൾ പറഞ്ഞ പരിഹാര മാർഗമാണ് അവൻ നോമ്പെടുക്കട്ടെ, അത് അവന് ഒരു സുരക്ഷയാണ്, ഒരു പരിചയമാണ്. അല്ലാതെ ഹറാമായ വഴികൾ സ്വീകരിക്കട്ടെ എന്നല്ല. അവൻ നോമ്പെടുത്ത് തഖ്വ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാം. ഈ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ, വികാരങ്ങൾ നിയന്ത്രിക്കാൻ പലപ്പോഴും നോമ്പ് ഒരു നിമിത്തമായി മാറും. റബ്ബിനെ കുറിച്ച് ഓർക്കുക, നരകത്തെ കുറിച്ച് ഓർക്കുക. നരകത്തിൽ പ്രത്യേകമായ ശിക്ഷ പോലുമുണ്ട് വ്യഭിചാരികൾക്ക് എന്ന് ഹദീസുകൾ കാണാൻ കഴിയും. വലിയ അടുപ്പിൽ തീ കത്തിച്ച് ആ തീയിൽ പ്രത്യേകമായ ശിക്ഷയ്ക്ക് വിധേയമാകുന്ന രംഗം ഞാൻ കണ്ടുവെന്ന് നബി തങ്ങൾ പറഞ്ഞത് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ആരാണവർ എന്ന് ചോദിച്ചപ്പോൾ വ്യഭിചാരികളായ സ്ത്രീ പുരുഷന്മാരാണ് എന്ന് എന്നോട് ജിബ്രീൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി എന്നാണ് നബി തങ്ങൾ അവിടെ പറയുന്നത്. അത്തരം ശിക്ഷകളെ നാം മറക്കാതിരിക്കുക. താൽക്കാലികമായ നൈമിഷികമായ സുഖത്തിന് വേണ്ടി, ചെറിയ ചെറിയ ആനന്ദത്തിന് വേണ്ടി എന്നേക്കുമുള്ള സ്വർഗീയ ലോകം നഷ്ടപ്പെടുത്തുന്ന, കാലാകാലം നരകത്തിന്റെ വിറകായി മാറുന്ന സാഹചര്യം ഇല്ലാതിരിക്കാൻ നാം പ്രത്യേകമായി ശ്രദ്ധിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ദുൽഹിജ്ജ മാസത്തിലാണ് നാം ഉള്ളത്. പവിത്രമായ, യുദ്ധം ഹറാമായ, അക്രമങ്ങൾ പ്രത്യേകം പാടില്ലാത്ത മാസമാണ് ദുൽഹിജ്ജ മാസം. ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 10 അടുത്ത വ്യാഴാഴ്ചയാണ്. സാധാരണ പോലെ നാം പെരുന്നാൾ നിസ്കാരം പുറത്താണ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ, മഴയോ മറ്റൊക്കെ ആണെങ്കിൽ അന്നത്തെ സാഹചര്യം നോക്കി നമുക്കത് പള്ളിയിലേക്കോ മറ്റോ മാറ്റേണ്ടി വരികയും ചെയ്യും. പരമാവധി എല്ലാവരും ഈദ്ഗാഹിൽ അല്ലെങ്കിൽ പെരുന്നാൾ നിസ്കാരത്തിൽ എവിടെയാണോ സംഘടിപ്പിക്കുന്നത് അവിടെ തന്നെ കുടുംബസമേതം പങ്കെടുക്കാൻ നാം പരിശ്രമിക്കുക. ബലി പെരുന്നാൾ ദിവസത്തിൽ ഭക്ഷണം കഴിക്കാതെയാണ് പെരുന്നാൾ നിസ്കാരത്തേക്ക് വരേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുക. ശരിക്ക് ആദ്യമായി കഴിക്കേണ്ടത് ബലി മാംസത്തിൽ നിന്നാണ്. അതാണ് സുന്നത്ത്. നമുക്ക് പഠിപ്പത് സാധിക്കാറില്ല. നിബിധങ്ങളുടെ പതിവ് പ്രകാരം നിസ്കാരം കഴിഞ്ഞ് ഖുത്ബയും കഴിഞ്ഞ് അവിടെ തന്നെ വെച്ച് നിബിധങ്ങൾ ആ മൃഗത്തെ അറുത്ത് അതിൽ നിന്ന് ഒരു ഭാഗം എടുത്ത് വേവിച്ച് അല്ലെങ്കിൽ ഉണക്കി ഒക്കെ ഭക്ഷിക്കുന്ന രീതിയാണ് അന്ന് ഉണ്ടായിരുന്നത്. ഏതാണെങ്കിലും അതിന്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കാതെ വരിക എന്നുള്ളത്. അതെങ്കിലും പാലിക്കാൻ നാം പരിശ്രമിക്കുക. കുടുംബസമേതം നിസ്കാരത്തേക്ക് വരാനാണ് നബി തങ്ങൾ കൽപ്പിച്ചത്. ഉമ്മു അത്തിയ്യ റളിയല്ലാഹു അൻഹ പറയുന്നു, കുന്നാ നുഉമറു അൻ നുഖ്ജൽ ഹുയ്യല വദവാതിൽ ഖുതുബ്. ഞങ്ങളോട് നബി തങ്ങൾ ആർത്തവകാരികളായ സ്ത്രീകളെ പോലും പെരുന്നാൾ ഗാഹിലേക്ക് കൊണ്ടുപോകാനായി നബി ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ പലർക്കും കൃത്യമായി മറക്കാവുന്ന വേഷമില്ല നബിയെ, ആവശ്യത്തിന് വസ്ത്രമില്ല നബിയെ, അത്തരം ആളുകൾ എന്ത് ചെയ്യും? ഇഹ്ദാന ലൈസ ലഹ ജിൽബാബുൻ യാ റസൂലല്ലാഹ്. ആവശ്യമായ മൂടുപടമില്ലാത്ത, ഒന്നാകെ മറക്കാൻ പറ്റാവുന്ന വേഷമില്ലാത്ത സാധുക്കൾ, പട്ടിണി പാവങ്ങളാണ് അവരൊക്കെയും. അത്തരം സ്ത്രീകൾ എന്താ നബിയെ ചെയ്യാ എന്ന് ചോദിച്ചപ്പോൾ തുൽബിസഹാ ഉഖ്തുഹാ മിൻ ജിൽബാബിഹാ. ഒന്നിലേറെ വസ്ത്രമുള്ള സഹോദരിമാർ ആ വസ്ത്രം അവൾക്ക് തൽക്കാലം നൽകട്ടെ. അങ്ങനെ ഒരു കടം വാങ്ങിയിട്ടെങ്കിലും, ഒരു വായ്പ വാങ്ങിയിട്ടെങ്കിലും ആ വസ്ത്രം ധരിച്ചുകൊണ്ട് അവർ വരട്ടെ. മുസ്ലിമീങ്ങൾ ആ സംഗമത്തിൽ അവർക്കും പങ്കെടുക്കാമല്ലോ, ആ പ്രാർത്ഥനയിൽ അവർക്കും ഭാഗവാക്കാകാമല്ലോ. നിസ്കാര സമയമാകുമ്പോൾ ആർത്തവകാരികൾ നിസ്കരിക്കാതെ തൽക്കാലം മാറി നിൽക്കട്ടെ. ബാക്കി ആ ഉപദേശത്തിൽ, ആ പ്രാർത്ഥനയിൽ, അവിടുത്തെ ഖൈറുകളിൽ എല്ലാവർക്കും പങ്കെടുക്കാമല്ലോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകിയത് ഇമാം ബുഖാരി, മുസ്ലിം എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം മാതൃകകളെ നമ്മൾ മാതൃകയാക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ ഖൈറിലും ഭാഗവാക്കാവുന്ന മുത്തഖീങ്ങളിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉദ്ഹിയ്യത്ത് ഉദ്ദേശിച്ച ആളുകൾ ഉണ്ടെങ്കിൽ പെരുന്നാൾ നിസ്കാര ശേഷമാണ് മൃഗത്തെ അറുക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നബി തങ്ങൾ പറഞ്ഞു, നിസ്കാരത്തിന് മുമ്പ് വല്ലവനും അറുത്താൽ അത് ഫലഹ്മുൻ യുഖദ്ദിമുഹു ലിഅഹ്ലിഹി, തന്റെ കുടുംബത്തിന് തിന്നാൻ വേണ്ടി അറുത്ത ഒരു മാംസം മാത്രമായി കണക്കാക്കുകയുള്ളൂ എന്നാണ്.
നിസ്കാര ശേഷം അറുത്താൽ അതാണ് ബലികർമ്മം. എന്നാൽ ദുൽഹിജ്ജ 10-നോ 11-നോ 12-നോ 13-നോ ഒക്കെ അറുക്കാവുന്ന ാണ്. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ എപ്പോൾ വേണമെങ്കിൽ അറുക്കാം. തന്റെ മൃഗത്തെ അറുത്ത ശേഷമാണ് തന്റെ മുടിയും അതേപോലെ നഖവുമെല്ലാം എടുക്കാൻ പിന്നെ അനുവാദമുള്ളത്. ദുൽഹിജ്ജ ഉദ്ദേശിച്ച ആളുകൾ മുടി വെട്ടാൻ പാടില്ല, നഖം വെട്ടാൻ പാടില്ല എന്നൊക്കെ പ്രത്യേകം പഠിപ്പിച്ചു. ദുൽഹിജ്ജ 1 മുതൽ അഥവാ 1-ന്റെ മാസപ്പിറവി കണ്ടത് മുതൽ അയാൾ പിന്നെ അതൊന്നും എടുക്കാൻ പാടില്ല. തന്റെ മൃഗത്തെ എപ്പോഴാണ് അറുക്കുന്നത് അത് ശേഷമാണ് പിന്നീട് എടുക്കാൻ അനുവാദമുള്ളത്. ആ കാര്യം നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ സുന്നത്തുകളെ പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സ്വർഗം ലക്ഷ്യമിച്ച് ആ സ്വർഗം കിട്ടണമെന്ന നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ മുന്നോട്ട് പോവാൻ നമ്മൾക്ക് പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله.